ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് പുതിയ ക്ലാസുകൾ നേടൂ. എൻ്ററിന് ശേഷം പ്രിപ്പോസിഷൻ വേണോ അതോ വേണ്ടായോ അല്ലേ? അപ്പം എൻ്റർ എന്ന് പറയുന്ന വാക്കിന് ശേഷം പ്രിപ്പോസിഷൻ വേണോ അതോ വേണ്ടായോ എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ചില സാഹചര്യങ്ങളിൽ നമ്മൾ എൻ്ററിന് ശേഷം പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ എൻ്ററിന് ശേഷം പ്രിപ്പോസിഷൻ ഉപയോഗിക്കുകയില്ല. അഥവാ നമ്മൾ അങ്ങനെ ഒരു പ്രിപ്പോസിഷൻ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഏത് പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ രഞ്ജിത്ത്, എല്ലാവർക്കും രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചില സന്ദർഭങ്ങളിൽ നമ്മൾ എൻ്റർ എന്ന് പറയുന്ന വാക്കിനോട് കൂടി പ്രിപ്പോസിഷൻ ഉപയോഗിക്കുകയില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ എൻ്റർ എന്ന് പറയുന്ന വാക്കിനോട് കൂടി നമ്മൾ പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം. ആ സാഹചര്യമാണ് നമ്മൾ വ്യക്തമാക്കി തരാൻ പോകുന്നത്. പിന്നെ എൻ്റർ എന്ന് പറയുന്നതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ എപ്പോഴും എന്തായിരിക്കണം? അങ്ങനെ ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഏതായിരിക്കണം? ഇൻറ്റു ആയിരിക്കണം. ഏതായിരിക്കും? ഇൻറ്റു. അപ്പം നമുക്ക് ആദ്യമേ പ്രിപ്പോസിഷൻ, അതായത് എൻ്റർ ഇൻറ്റു എന്ന് പറയേണ്ട സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. എന്താണ് എൻ്റർ എന്ന വാക്കിന്റെ അർത്ഥം? എൻ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവേശിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇൻറ്റു, എൻ്റർ ഇൻറ്റു എന്ന് നമുക്ക് എപ്പോൾ പറയാൻ പറ്റും? അതായത് നമ്മൾ ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നു അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയണമെങ്കിൽ നമുക്കവിടെ ഇൻറ്റു നമുക്ക് ഉപയോഗിക്കാം. അതായത് എൻ്റർ ഇൻറ്റു ദ ഡിസിഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ? എൻ്റർ ഇൻറ്റു ദ ഡിസിഷൻ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? ഫൈനലി വി എൻറ്റേഡ് ഇൻറ്റു ദ ഡിസിഷൻ എന്ന് നമുക്ക് പറയാം അല്ലെ? ഫൈനലി വി എൻറ്റേഡ് ഇൻറ്റു ദ ഡിസിഷൻ. അപ്പൊ പരീക്ഷയ്ക്ക് എങ്ങനെയായിരിക്കും ചോദിക്കുക? ഫൈനലി വി എൻറ്റേഡ് ഡാഷ് ദ ഡിസിഷൻ. എന്നിട്ട് ഓപ്ഷൻസ് തരും, ഇൻറ്റു തരും, ടു തരും, ഇൻ തരും, നോ പ്രിപ്പോസിഷൻ നീഡഡ് എന്ന് തരും. അപ്പൊ അവിടെ നമ്മൾ എന്തെഴുതിക്കോണം? ഇൻറ്റു എഴുതണം. കാരണം എന്താ? ഈ പ്രിപ്പോസ് എഴുതുന്നതിന് ശേഷം വന്നിരിക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്ന വാക്കാണ്. അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എൻ്റർ ഇൻറ്റു ദ ഡിസിഷൻ എന്ന് പറയാം. എന്നാൽ വേറൊരു എക്സാമ്പിൾ എന്ത്? വെൻ ഹി എൻറ്റേഡ് ഡാഷ് ദ റൂം ഹി ടുക്ക് എ ബുക്ക് എന്നൊരു ക്വസ്റ്റ്യൻ തരികയാണ്. എന്നിട്ട് അതിന്റെ താഴെ ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നു, ടു തരുന്നു, ഇൻ തരുന്നു, പിന്നെ ഈ പറയുന്ന പോലെ ഇൻറ്റു തരുന്നു, എന്നിട്ട് നോ പ്രിപ്പോസിഷൻ നീഡഡ് എന്ന് തരുന്നു. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ഏതെങ്കിലും ഒരു റൂമിലേക്കോ അല്ലെങ്കിൽ ഒരു ഹാളിലേക്കോ പ്രവേശിക്കുന്നു എന്ന അർത്ഥത്തിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും എൻ്ററിന്റെ കൂടെ എന്ത് വേണ്ട? പ്രിപ്പോസിഷൻ വേണ്ട. അതായത് നമ്മൾ എൻ്റർ ഇൻറ്റു ദ റൂം എന്നോ എൻ്റർ ഇൻറ്റു ദ ഹാൾ എന്നോ പറയില്ല. അപ്പൊ ഇവിടെ ആൻസർ എന്തുമായിരിക്കും? നോ നീഡഡ് എന്നുള്ളതായിരിക്കും ഇവിടുത്തെ, നോ പ്രിപ്പോസിഷൻ നീഡഡ് എന്നുള്ളതായിരിക്കും ഇവിടുത്തെ ആൻസർ. അപ്പൊ നമുക്കിതിൽ നിന്ന് എന്ത് വ്യക്തമാക്കാം? നമുക്ക് എൻ്റർ ഇൻറ്റു ദ ഡിസിഷൻ എന്ന് പറയാം, എന്നാൽ എൻ്റർ ഇൻറ്റു ദ റൂം എന്ന് പറയാൻ പാടില്ല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വ്യക്തമാക്കി. ഒപ്പം ഇനി ഞാൻ നിങ്ങൾക്ക് രണ്ട് ഇഡിയംസും കൂടെ പറഞ്ഞു തരാൻ പോവുകയാണ്. അതായത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടുതൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നമുക്ക് പരിചിതമായിട്ടുള്ള ഇഡിയംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ പുതിയ കുറെ നമ്മൾ ഇതുവരെ റയറായിട്ട് ചോദിക്കുന്ന ഇഡിയംസും കൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതിലൊന്നാണ് എന്ത്? കാവ്യ ടു ദ ജനറൽ. എന്താണ് കാവ്യ ടു ദി ജനറൽ? എന്താണ് കാവ്യ ടു ദ ജനറൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് സംസ്കാര സമ്പന്നരും വിദ്യാഭ്യാസമുള്ളവർക്കും മാത്രം മനസ്സിലാക്കുന്ന എന്തോ അത്.
അപ്പൊ എന്താണ് ഈ കാവിയാർ ടു ദ ജനറൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് സംസ്കാര സമ്പന്നരും വിദ്യാഭ്യാസം അല്ലെങ്കിൽ പാണ്ഡിത്യം ഉള്ളവർക്കും മാത്രം മനസ്സിലാകുന്ന വസ്തുതകൾ, അതിനെയാണ് നമ്മൾ പറയുന്നത് കാവിയാർ ടു ദ ജനറൽ എന്ന് പറയാം. അതായത് ഈ പറയുന്ന അറിവുള്ളവർക്കും സംസ്കാരമുള്ളവർക്കും മാത്രം ദഹിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തോ അതിനെ നമുക്കെന്ത് പറയാം? കാവിയാർ ടു ദ ജനറൽ എന്ന് പറയാൻ പറ്റും. ഇനി എന്താണ് അടുത്തൊരു ഇഡിയമാണത്? ഗോ അസ്ട്രേ. എന്താണ് ഗോ അസ്ട്രേ? എന്താണ് ഗോ അസ്ട്രേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വഴി തെറ്റുക അല്ലെങ്കിൽ വഴി തെറ്റിക്കുക, അല്ലെങ്കിൽ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുക. അതാണ് ഗോ അസ്ട്രേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെ, വഴി തെറ്റുക അല്ലെങ്കിൽ നമ്മൾ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിൽ നിന്നും വഴി തിരിച്ചു വിടുക, അല്ലെങ്കിൽ വഴി തെറ്റിച്ചു വിടുക, അല്ലെങ്കിൽ വിഷയം മാറ്റുക. ആ ഒരർത്ഥം എന്താണ് എന്തിനുള്ളത്? ഗോ അസ്ട്രേ എന്ന് പറയുന്ന ആ ഇഡിയന് ഉള്ളത്. അപ്പം ഈ പറയുന്ന 4 കാര്യങ്ങൾ, ഒന്ന് എന്ററുമായി ബന്ധപ്പെട്ട കാര്യം. അല്ലെ, നമ്മൾ എന്റർ ഇൻ ടു ദ ഡിസിഷൻ എന്ന് പറയും, എന്നാൽ എന്റർ ഇൻ ടു ദ റൂം എന്ന് പറയില്ല. നമ്മൾ എന്റർ ദ റൂം എന്നേ പറയുകയുള്ളൂ. പിന്നെ നമ്മൾ പഠിച്ച ഈ ഇഡിയം 2 ഏതൊക്കെ? കാവ്യ ടു ദ ജനറൽ എന്ന് വെച്ചാൽ എന്താണ്? സംസ്കാരവും വിദ്യാഭ്യാസവും ഉള്ളവർക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന എന്തോ അതിനെ നമുക്ക് എന്ത് പറയാം? കാവ്യ ടു ദ ജനറൽ എന്ന് പറയാം. ഇനി എന്താണ് ഗോ അസ്ട്രേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വഴി തെറ്റിക്കുക, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുക, അല്ലെങ്കിൽ മാറ്റിപ്പറയുക എന്നൊക്കെ അർത്ഥത്തിൽ നമുക്ക് ഗോ അസ്ട്രേ എന്നും പറയാൻ പറ്റും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇതുവരെ എൻ്റെ ക്ലാസ്സുകൾ കാണാത്തവർ പുതിയ ക്ലാസ്സുകൾ നിങ്ങളുടെ ഇമെയിലിൽ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം അവിടെ കാണുന്ന ബെൽ ഐക്കണിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുവരെ നിങ്ങൾ കാണാത്തതും ഇനി പുതുതായിട്ട് ഞാൻ ഇടുന്ന ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.